ജോയേൽ 2:28. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഈ ദൈവനാദത്തെ സ്വീകരിച്ചവൻ, ഈ ദൈവനാദത്തെ ഏറ്റെടുത്തവൻ. ഇവരാണ് മോസസ്, ഇവരാണ് മോസസ്, ഇവരാണ് മോസസ്. കരിസ്മാറ്റിക് നവീകരണം വ്യക്തിയിൽ വളരാനും സഭയിൽ വളരാനും പരിശുദ്ധാത്മാവിനോടൊപ്പം നാമും അത്യധ്വാനം ചെയ്യണം. ഇത് മനസ്സിലാക്കിയ വ്യക്തിയാണ് 2001 കാലഘട്ടങ്ങളിൽ കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട ജെയിംസ് കക്കുഴിയച്ചൻ. നവീകരണത്തിലേക്ക് വന്ന ആരംഭകാലം മുതൽ നവീകരണത്തിൽ വളർത്താനും വ്യക്തികളെ വളർത്താനും സ്വയം വളരാനും ഏറെ ത്യാഗങ്ങൾ സഹിച്ച് ഹൈറേഞ്ചിൽ ആരംഭിച്ച അദ്ദേഹത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ കേരളത്തിലെ നവീകരണ നേതൃത്വത്തിൽ വരെ എത്തി നിൽക്കുന്നു. അച്ഛൻ്റെ ജീവിതാനുഭവങ്ങളിലേക്ക് ഈ എപ്പിസോഡ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛനോടൊപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ യാത്ര ചെയ്യാം. കേരള സഭയുടെ ചരിത്രവീഥികളിൽ കരിസ്മാറ്റിക് നവീകരണം നൽകിയ സംഭാവനകൾ നിരവധിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഈ ഉജ്ജ്വലനം അനേകം കൃപാവരങ്ങൾ കൊണ്ട് തിരുസഭയെ ധന്യമാക്കി. അതെ, ആത്മാവ് സദാ പ്രവർത്തിക്കുന്നു, ചലിക്കുന്നു, അനേകരെ ഉണർത്തുന്നു. പുതിയ കാലഘട്ടത്തിനു വേണ്ട സവിശേഷ കൃപകളാൽ ആത്മാക്കളെ കൊയ്തെടുക്കുന്ന യുഗാന്ത്യവേലയ്ക്കായി അനേകർ ഉണരുന്നു. ഇത് 2001-2004 കാലഘട്ടത്തിൽ KSTയെ നയിച്ച ഫാദർ ജെയിംസ് കക്കുഴി. നവീകരണ സമൂഹത്തിനെ ഇന്നും ഹൃദയത്തിൽ സ്നേഹിക്കുന്ന ഈ വൈദികന്റെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും ജൂബിലിയിലേക്ക് നടന്നെടുക്കുന്ന നമുക്ക് കൈവിളക്കാകട്ടെ. കഴിഞ്ഞ എപ്പിസോഡിൽ അച്ഛൻ്റെ വ്യക്തിപരമായ ജീവിതവും അതുപോലെ തന്നെ അച്ഛൻ കരിസ്മാറ്റിക് നവീകരണത്തിലേക്ക് വന്നപ്പോൾ തുടക്കത്തിൽ അച്ഛൻ അനുഭവിച്ച ദൈവസ്നേഹാനുഭവവും ദൈവം അച്ഛനെ അത്ഭുതകരമായ രീതിയിൽ നടത്തിയ വഴികളുമൊക്കെ അച്ഛൻ ഞങ്ങളോട് പങ്കുവച്ചു. ഈ ഒരു എപ്പിസോഡിൽ കുറച്ചുകൂടി ആഴത്തിൽ അച്ഛനെ കർത്താവ് നയിച്ച വഴികൾ കേൾക്കാനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. എല്ലാ ശാലോം പ്രേക്ഷകർക്കും വേണ്ടി അച്ഛനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛൻ കരിസ്മാറ്റിക് നവീകരണ ധ്യാനം കൂടിയതിന് ശേഷം അച്ഛനൊരു പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ഭാഗമായി എന്ന്. തീർച്ചയായിട്ടും കരിസ്മാറ്റിക് നവീകരണം ആദ്യകാലം മുതൽ വളർന്നത് കരിസ്മാറ്റിക് പ്രാർത്ഥനാ സമൂഹങ്ങളിലൂടെയാണ്. അപ്പോൾ അച്ഛനും അങ്ങനെ ഒരു പ്രാർത്ഥനാ സമൂഹത്തിൻ്റെ ഭാഗമായി. ആ പ്രാർത്ഥനാ സമൂഹത്തെക്കുറിച്ച് അച്ഛനൊന്ന് പറയാമോ? നവീകരണ രംഗത്ത് വളരെ ഈ സ്ഥായി ഘടകങ്ങൾ എന്നും പറഞ്ഞ് നമ്മൾ ധ്യാനം കൂടുമ്പോൾ അവസാനത്തെ ടോക്ക് ഈ കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞ് സ്ഥായി ഘടകങ്ങൾ ഒരു ക്ലാസ്സുണ്ട്. അതിനകത്ത് പറയുന്ന ഒരു പ്രധാന ഘടകം നമ്മൾ പേഴ്സണൽ പ്രെയർ വേണം, പിന്നെ നമുക്ക് അനുദിന കുർബാന, അതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു വന്നിട്ട് അവസാനം പറയുന്നത് ഇത് നിലനിന്ന് പോകണമെങ്കിൽ ഒരു കൂട്ടായ്മയിൽ നിലനിന്നാലേ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് വേണം എന്നുള്ള ഊന്നൽ അന്ന് വ്യക്തമായി ധ്യാനങ്ങളിൽ കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയ വ്യക്തിപരമായ അനുഭവം അത് ഒരാഘോഷമായി മാറണമെങ്കിൽ ഒരു കൂട്ടായ്മ വന്നാലേ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ ഏലീശോയൊക്കെ സന്ദർശിക്കുന്നത് ഏതാണ്ട് ഒരേ അനുഭവത്തിലാണല്ലോ. ഒരേ അനുഭവങ്ങളുള്ളവർ ഒരുമിച്ച് വരുന്നു. അത് എമ്മാവസിലെ ശിഷ്യന്മാർക്ക് അനുഭവം കിട്ടിക്കഴിഞ്ഞപ്പം അവർ തിരിച്ച് ജെറുസലത്തേക്ക് ഓടുന്നുണ്ട്. കാരണം അവിടെ അതേ അനുഭവമുള്ളവർ ഉണ്ട്. അവരോടൊന്ന് ഷെയർ ചെയ്താലേ ഈ അനുഭവത്തിൻ്റെ പൂർണ്ണത വരികയുള്ളൂ. അതുകൊണ്ട് എനിക്ക് കിട്ടിയ സന്തോഷം ഞാൻ ഇതേ അനുഭവമുള്ളവരോട് ഷെയർ ചെയ്താലേ എൻ്റെ സന്തോഷം പൂർണ്ണമാവും. അതും യോഹന്നാൻ ശ്ലീഹായും പറയുന്നുണ്ടല്ലോ, യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 1 തുടങ്ങി ഉള്ള വചനത്തിൽ പറയുന്നുണ്ട്, ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടിയാണ് ഞങ്ങളിത് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എൻ്റെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ എനിക്കിത് പങ്കുവെച്ചേ പറ്റൂ, അനുഭവമുള്ളവരെ അത് സ്വീകരിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ ഈ സന്തോഷത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി പോകാൻ തുടങ്ങി. തീർച്ചയായിട്ടും അങ്ങനെയാണ് ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ പ്രസക്തി ഞാൻ മനസ്സിലാക്കിയത്. അതാണ് അച്ഛൻ രാജാക്കാട്
പ്രാർത്ഥനാ സമൂഹത്തിൽ പോകുമെന്ന് പറഞ്ഞത്? തീർച്ചയായിട്ടും 8ഓളം കിലോമീറ്റർ നടന്ന്, അന്ന് ഈ രാജാക്കാട് സുലുവാമല മണ്ണ് റോഡാണ്, ബസ്സില്ല, ഒന്നുമില്ല. ജീപ്പൊക്കെ വിളിക്കണമെങ്കിൽ 300 രൂപയാവും. അത് നടക്കുകയല്ല. അന്ന് ഈ മലയും കുന്നും കയറി ഇറങ്ങി. അതുപോലെ മാത്രമല്ല 10-20 കിലോമീറ്ററോളം നടന്നാണ് ഈ പുളിയമ്മല ആശ്രമത്തിൽ, പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖല സർവീസ് ടീം, അതുപോലെയുള്ള കോർ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞുള്ള കൂട്ടായ്മ നടക്കുമ്പോൾ ഞാനന്ന് മയിലാടുംപാറ എന്ന സ്ഥലം ഏലക്കാട്ടിലൂടെ നടന്ന് മയിലാടുംപാറ വന്നിട്ട് ബസ് കയറി നെടുങ്കണ്ടത്ത് ഇറങ്ങും. മയിലാടുംപാറ വരെ വരണമെങ്കിൽ എത്ര കിലോമീറ്റർ ഉണ്ട്? ഒരു 20ഓളം കിലോമീറ്റർ നടക്കണം. അവിടെ വരെ നടക്കും. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൻ്റെ അവിടെ മാത്രമല്ല, നമ്മുടെ എല്ലാ ക്ഷീണവും എല്ലാ അസ്വസ്ഥതകളും ഈ ഗ്രൂപ്പിൽ പോയി പങ്കെടുത്ത് മടങ്ങി വരുമ്പോൾ എല്ലാ അസ്വസ്ഥതയും മാറിക്കിട്ടുമോ. ഭയങ്കര ഹീലിംഗ് ഉണ്ടെന്ന്. ഇന്ന് ഈ ധ്യാന സെൻറ്ററിലൊക്കെ കിട്ടുന്ന ഒരു ഹീലിംഗ് ഈ പ്രേ ഗ്രൂപ്പിലൊക്കെ കിട്ടുമായിരുന്നു. സർവീസ് ടീമിലെ പോയി കിട്ടും. ഈ നടന്നിട്ട് പിന്നെ മയിലാടുംപാറ നെടുങ്കണ്ടത്തിന് ബസ് കയറി, നെടുങ്കണ്ടത്തു നിന്ന് ബസ് കയറി പുളിയമ്മല വരും. പുളിയമ്മല വന്നിട്ട് ഈ ആശ്രമത്തിൻ്റെ ഏലം ഉണങ്ങുന്ന സ്റ്റോറൊക്കെയാണ്. ഈ സ്റ്റോറിലൊക്കെയാണ് അന്ന് യഥാർത്ഥത്തിൽ ഈ സർവീസ് ടീം കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിലത്ത് ചാക്കൊക്കെ ഇട്ടാണ് ഇരിക്കുന്നത്. ആ ചാക്കിൻ്റെ പുറത്തൊക്കെ ഇരുന്ന് ഒരു രാത്രി 3 മണി വരെയൊക്കെ ആദ്യം പ്രാർത്ഥിക്കും. പിന്നെ ഇച്ചിരി ഭക്ഷണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കും. അതിനുശേഷം പിന്നെ ഇങ്ങനെ നവീകരണത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ്. എന്ത് സംഭവിക്കണം, നമ്മുടെ ഹൈറേഞ്ചിൽ എന്താ നന്മയാണ് വരേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ചയൊക്കെ ചെയ്ത് ഒരു 3 മണി വരെയൊക്കെ ചർച്ച തുടർന്നിട്ട് 1-2 മണിക്കൂറൊക്കെ അവിടെ ഇരുന്നോ കിടന്നൊക്കെ ഉറങ്ങിയിട്ട് വീണ്ടും തിരിച്ച് ഇതുപോലെ ബസ് കയറി എൻ്റെ പള്ളിയിൽ വരും. ഞാൻ പള്ളിയിൽ വരുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് നമുക്ക് അത് പറയാൻ പറ്റത്തില്ല. അത്ര സന്തോഷമായിരുന്നു ഈ സർവീസ് ടീമിൻ്റെ കൂട്ടായ്മയും എന്നൊക്കെ പറയുന്നത്. അവിടെ അൽമായരാണ്, അച്ഛനൊക്കെയായിട്ട് ഞങ്ങൾ 2-3 പേരൊക്കെ ഉണ്ടാകുകയുള്ളൂ, ബാക്കിയുള്ള അൽമായ സഹോദരങ്ങളും ഒക്കെയാണ്. പക്ഷെ അവിടെ കൂടി ഇരിക്കുമ്പോൾ കിട്ടുന്ന ആ സന്തോഷം എന്ന് പറയുന്നത് നമുക്കത് അവർണ്ണനീയമായി യഥാർത്ഥത്തിൽ പറഞ്ഞാൽ. അല്ല അച്ഛൻ, കരിസ്മാറ്റിക് നവീകരണത്തിൽ ഇപ്പോൾ അച്ഛൻ ഈ പറഞ്ഞു വരുന്നത്, നേരത്തെ അച്ഛൻ പറഞ്ഞു കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ധ്യാനങ്ങളുടെ ഏറ്റവും അവസാനത്തെ വിഷയം ഇതിൽ നിലനിൽക്കേണ്ട വ്യവസ്ഥകളെക്കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ സ്ഥായി ഘടകങ്ങളെക്കുറിച്ച്. അതിനകത്ത് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കൂട്ടായ്മയിൽ ഒരു കരിസ്മാറ്റിക് വ്യക്തി ഈ അനുഭവം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അനുഭവിക്കേണ്ടതും തുടരേണ്ടതും കൂട്ടായ്മയിലാണെന്ന്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കൂട്ടായ്മയിൽ നിലനിൽക്കാൻ വേണ്ടിയാണ് അച്ഛൻ ഈ ത്യാഗങ്ങളെല്ലാം എടുത്തത്. തീർച്ചയായിട്ടും മാസത്തിലൊരിക്കൽ അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ പുളിയമ്മലയിൽ വന്ന് വലിയ കൂട്ടായ്മയുടെ കൂടെ ഇരിക്കുക, പിന്നെ ആഴ്ചയിലൊരിക്കൽ രാജാക്കാട് പോയി അവിടുത്തെ പ്രാർത്ഥനാ സമൂഹത്തിൻ്റെ കൂടെ ഇരിക്കുക. അച്ഛൻ എന്ത് തോന്നുന്നു, ഈ കൂട്ടായ്മകൾ, അച്ഛൻ്റെ ഈ ത്യാഗമെടുത്ത് അച്ഛൻ ഈ കൂട്ടായ്മകളിൽ പങ്കെടുത്ത കാര്യങ്ങൾ പറഞ്ഞു, ഇത് അച്ഛനെ എത്രത്തോളം, ഈ അച്ഛനെടുത്ത ഈ ത്യാഗം ഒരു ആത്മീയ അനുഭവത്തിലും അതുപോലെ തന്നെ ഒരു കരിസ്മാറ്റിക് ലീഡർഷിപ്പിലും വൈദികൻ എന്നവണ്ണം അച്ഛനെ എത്രത്തോളം ഈ കൂട്ടായ്മ സ്വാധീനിച്ചു? കൂട്ടായ്മ സ്വാധീനിച്ചെന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും ഈ കൂട്ടായ്മ തന്നെയാണ് എന്നെ ഈ നിലയിലേക്കൊന്ന് വളർന്നെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വളർത്തിയെന്ന് മറ്റുള്ളവർ പറയുന്നുണ്ടെങ്കിൽ അത് എൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും ഈ കൂട്ടായ്മയാണ്. കാരണം ഞാൻ ആദ്യമായിട്ട് ഒരു സെമിനാറിന് പോകുന്നത് രാജകുമാരി പള്ളിയിലാണ്. അന്ന് ഒരു ഓൾ കേരള കൺവെൻഷൻ കളമശ്ശേരിയിലെ സെൻറ്റ് പോൾസ് കോളേജിൻ്റെ ഗ്രൗണ്ടിൽ നടക്കുമ്പോൾ അന്ന് ഈ മൊബിലൈസേഷന് വേണ്ടിയിട്ട് കുറേ ലീഫ്ലെറ്റുകൾ അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നവീകരണ രംഗത്തുള്ള ജോസി സബ്സോണിലെ ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛൻ ഒരു സെമിനാർ നയിക്കാൻ പറഞ്ഞു, എനിക്കൊന്നും അറിയത്തില്ല. അവർ ഈ ലീഫ്ലെറ്റ് എൻ്റെ അടുത്ത് തന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് ഒന്ന് എന്തെങ്കിലും. ഞാൻ യഥാർത്ഥത്തിൽ ഇതുമായിട്ട് വന്ന് നോക്കി വായിക്കുക ചെയ്തത് ആദ്യമായിട്ട് രാജകുമാരി പള്ളിയിൽ. അങ്ങനെയാണ് ആദ്യം ഒരു ക്ലാസ് എടുക്കാനൊക്കെ ഒരു അവസരം കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഇവരാണ് എന്നെ, ഈ കൂട്ടായ്മയാണ്. അതുപോലെ ധ്യാനത്തിലേക്ക് വരണമെന്നും പറഞ്ഞത് ഈ കൂട്ടായ്മയാണ്. നമുക്ക് ധ്യാനിപ്പിക്കാം, അച്ഛന് ദൈവം അതിനുള്ള കൃപ തരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് എനിക്കിങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയും വളരെ ഒരു സ്നേഹത്തോടു കൂടി, യാതൊരു കുറ്റം പറച്ചിലും ഇല്ല, അങ്ങനെ ഒരു ടെൻഷനും ഇല്ല, എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ ഈ കൂട്ടായ്മയാണ് യഥാർത്ഥത്തിൽ ധ്യാനത്തിലേക്ക് കൊണ്ടുവന്നതും ക്ലാസ് എടുക്കാനായിട്ട് പറഞ്ഞു വിടുന്നതും. പിന്നെ എനിക്ക് സിനിമയിൽ വെച്ച് എനിക്ക് ടൈഫോയിഡ് പിടിച്ച് ഞാൻ യഥാർത്ഥത്തിൽ വളരെ ഒരു ബെഡ് റെസ്റ്റിലേക്ക് വരേണ്ടി വന്നു. ഈ ബെഡ് റെസ്റ്റ് ഞാൻ വീട്ടിലെടുക്കുമ്പോൾ എനിക്ക് ഈ കൂട്ടായ്മയിലുള്ളവരാണ് വന്ന് എന്നെ പരിചരിക്കുന്നത്. കാരണം അത് ഒരു ബ്ലഡ് റിലേഷനേക്കാളും ഭയങ്കര ആഴമുള്ള റിലേഷനാണ് ഈ സ്പിരിച്വൽ റിലേഷൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതച്ഛൻ അനുഭവിച്ചു. എനിക്ക് ഭയങ്കരമായിട്ടൊരു സുനിൽ, അതുപോലെ ഓരോരുത്തരും ഒന്ന് ഓർത്തു വേണം, അവരൊക്കെ വന്ന് സഹായിക്കുന്നതൊക്കെ ഇങ്ങനെ വന്ന് നിന്ന് വീട്ടിൽ വന്ന് താമസിച്ച് എന്നെ ശുശ്രൂഷിക്കുകയാണ് അവർ. യേശുവിൽ ഒരു ഗണമായി, ഒരു സമൂഹമായി ഈ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി പേറുന്ന ജീവിതങ്ങൾ ഒത്തുചേരുന്നു. മുന്തിരി തന്നിൽ ശാഖകളായി ഒന്നായി വളരുന്നു. അതെ, കൂട്ടായ്മ എന്നാൽ സ്നേഹമെന്ന് നാം കണ്ടെത്തുന്നു. തളർന്നവരെ കരം പിടിക്കുന്ന സെഹിയോൻ ചൈതന്യം
ആറിയവയെ ചൂടാക്കുന്ന സെഹിയോൻ ചൈതന്യം, പിന്തിരിഞ്ഞവരെ ചേർത്ത് നിർത്തുന്ന സെഹിയോൻ ചൈതന്യം, വഴിതെറ്റിയവരെ തിരികെ വിളിക്കുന്ന സ്നേഹത്തിൻ്റെ ചൈതന്യം, പ്രാർത്ഥനയാൽ ശക്തീകരിക്കുന്ന ആത്മാവിൻ്റെ സ്നേഹ ചൈതന്യം, അതാകുന്നു കൂട്ടായ്മയുടെ നവീകരണ ചൈതന്യം. അച്ഛൻ ഈ കൂട്ടായ്മ അനുഭവിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെ ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ് അച്ഛൻ്റെ കൂട്ടായ്മ അനുഭവിച്ചതായിട്ട് ഒത്തിരി പേര് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കക്കുഴിയച്ഛൻ എന്ന അച്ഛൻ കൂട്ടായ്മയുടെ വലിയൊരു ഹൃദയം നീട്ടിക്കൊടുത്തത് അതനുഭവിച്ച ഒത്തിരി പേര് കേട്ടിട്ടുണ്ട്. അച്ഛൻ ഇങ്ങോട്ട് കാണിച്ച കൂട്ടായ്മ, ഉദാഹരണത്തിന് അച്ഛൻ ഒത്തിരി പേരെ പേര് ചൊല്ലി വിളിക്കാൻ, വീട്ടിലുള്ളവരെ പോലും പേര് ചൊല്ലി വിളിക്കാനുള്ള ഹൃദയബന്ധം ധാരാളം മനുഷ്യരോട് കോതമംഗലത്തായിരുന്നപ്പോഴും അവിടെയും ഇടുക്കിയിലായിരുന്നപ്പോഴത്തേക്കും ഹൈറേഞ്ചിലും ഉണ്ട്. ഒത്തിരി അൽമായരെ അച്ഛൻ അങ്ങനെ തോളെ കൈയിട്ട് സ്നേഹിച്ചിട്ടുള്ള ആളാണ്. എന്തുകൊണ്ടാണ് അച്ഛൻ അൽമായരോട് ഇത്തരം ഒരു സ്നേഹവും ഒരു ബന്ധവും, അച്ഛൻ വളരെ ഒരു ഹൃദയബന്ധം ഈ അൽമായരോട് അച്ഛൻ ഉണ്ടാകാനുണ്ടായ കാരണം എന്താണ് അച്ഛൻ? ഒന്നാമതൊരു പോയിൻ്റായിട്ട് പറയാനുള്ളത്, ഈ വത്തിക്കാൻ കൗൺസിലിൽ അൽമായരെ ഉൾപ്പെടുത്തി പീപ്പിൾ ഓഫ് ഗോഡ്, ഈ ദൈവജനം 3 തലത്തിലുള്ള ഒരു കാർട്ടൂണാണ് ഈ സഭയുടെ ഒരു ചിത്രമായിട്ട് അന്നൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. ആദ്യതൊരു പിരമിഡൽ ചർച്ച്, അതിൻ്റെ ഏറ്റവും മുകളിൽ മാർപ്പാപ്പ, പിന്നെ കർദിനാളന്മാർ, മെത്രാമാർ, വൈദികർ, സിസ്റ്റേഴ്സ്, ഏറ്റവും താഴെ അൽമായർ. ടു പ്രേ ടു ഒബേ എന്നൊക്കെ പറഞ്ഞ് അനുസരിക്കുക, പ്രാർത്ഥിക്കുക, എന്തെങ്കിലുമൊക്കെ കൊടുക്കുക, അത് അൽമായരുടെ ദൗത്യം. അങ്ങനെ ഒരു പിരമിഡൽ ചർച്ച്. പിന്നീട് ഒരു മധ്യശതങ്ങളിലേക്ക് വന്നപ്പോൾ ഈ പിരമിഡൽ ചർച്ചിന് പകരം പിന്നെ കാണുന്നത് ഒരു ഉന്തുവണ്ടി സഭയായിട്ടാണ് കാണുന്നതിന് ചിത്രം കാണിക്കാറുണ്ടായിരുന്നു. ഉന്തുവണ്ടി സഭയിൽ അന്ന് ഒരു അൽമായ മേധാവിത്വ കാലഘട്ടമാണ് സഭയിലുള്ളത്. അപ്പോൾ അവരെല്ലാം ഉന്തുവണ്ടിക്കകത്ത് കയറിയിരിക്കുന്നു. മെത്ര അല്ലെങ്കിൽ വൈദികൻ ഉന്തുവണ്ടി വലിക്കുന്നു, സിസ്റ്റേഴ്സൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ കുറേ കുറ്റം പറച്ചിലും അങ്ങനെ വിമർശനാത്മകമായി ഹൈറാർക്കിയെ കാണുന്ന അൽമായ ലേ ഇൻവെസ്റ്റിച്ചർ എന്നൊക്കെ പറയും, അൽമായ മേധാവിത്വ കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീടാണ് 3ാമത്തെ ചിത്രം, ഒരു പറഞ്ഞാൽ മനസ്സിലാവുന്ന അറിയില്ല, ഇപ്പോൾ അത് ഒരു കാളവണ്ടി ചക്രത്തോടെയൊക്കെ ഉപയോഗിക്കുന്നത്, അല്ലെ ഒരു വണ്ടിച്ചക്രം. അതിന് പ്രധാനമായിട്ട് 3 ഭാഗമാണുള്ളത്. ഒന്ന് നേരത്തെ തൊടുന്ന ഒരു ഭാഗം, പിന്നെ അതിനൊരു സെൻറ്റർ ഭാഗമുണ്ട്, ബോൾട്ട് ഇടുന്ന ഭാഗം, പിന്നെ അതിൻ്റെ ഒരു 3 ഭാഗമായിട്ട് അവതരിപ്പിച്ചിരുന്നത് ഈ ചക്രത്തിൻ്റെ. അതിന് പിന്നെ ഈ നടുഭാഗത്തെയും ഈ നിലത്ത് തൊടുന്ന ഭാഗത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാലുകൾ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു ചക്രം പുറകോട്ട് പോയാൽ മുന്നോട്ട് പോയാലും ഒന്നിച്ചാണ് പോകുന്നത്. അപ്പോൾ ഈ നിലത്ത് തൊടുന്ന ഭാഗമാണ് അൽമായർ, അതിൻ്റെ നടുഭാഗമാണ് കർത്താവ്, അതുപോലെ ഈ കാലുകളാണ് യഥാർത്ഥത്തിൽ പൗരോഹിത്യം. അപ്പോൾ ഇത് 3ഉം കൂടെ ഒരുമിച്ച് നിൽക്കണം എന്നൊരു കൂട്ടായ്മയുടെ ചിത്രമാണ് 2ാം വത്തിക്കാൻ കൗൺസിൽ പീപ്പിൾ ഓഫ് ഗോഡ് എന്ന ലെവലിൽ നമുക്ക് സഭ തന്നത്. അത് ഹൈറാർക്കിക്കോ അല്ലെങ്കിൽ അൽമായർക്കോ ആർക്കും വലിയൊരു ഫങ്ഷൻ ലെവൽ വ്യത്യാസമുണ്ട്, പ്രവൃത്തി തലത്തിൽ. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ ഓൾ ആർ പീപ്പിൾ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ജനമാണ്, മക്കളാണ്. അപ്പോൾ ആ ഒരു ബോധ്യം വരിക മാത്രമല്ല, അപ്പോൾ ഈ ജോൺ പോൾ 2ാമൻ മാർപ്പാപ്പയൊക്കെ 3ാം സഹസ്രാബ്ദം എന്ന് പറയുന്നത് അൽമായരുടെ സഹസ്രാബ്ദം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ആദ്യത്തെ 2 സഹസ്രാബ്ദം ഈ ഡോഗ്മാറ്റിക് ഹൈറാർക്കിക് സംവിധാനത്തിന് ഊന്നൽ കൊടുത്തു. അതിൽ നിന്നുകൊണ്ട് 3ാം സഹസ്രാബ്ദം അൽമായൻ്റെ സഹസ്രാബ്ദമായിട്ട് മാറണം സഭ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഒരു ഉൾക്കൊണ്ടപ്പോഴാണ് ഇതൊരു യഥാർത്ഥത്തിൽ കരിസ്മാറ്റിക് മൂവ്മെൻ്റ് ഒരു അൽമായ മൂവ്മെൻ്റാണ് സഭ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് വത്തിക്കാനിലൊക്കെ അതിൻ്റെ പ്രമാണരേഖകളൊക്കെ പെടുത്തിയിരിക്കുന്നത്. ഇത് അൽമായ മൂവ്മെൻ്റാണിത്. അതുകൊണ്ട് വൈദികർ ഇത് ആനിമേറ്റേഴ്സാണ്, സ്പിരിച്വൽ ആനിമേഷനാണ് വൈദികർ കൊടുക്കേണ്ടത്, സിസ്റ്റേഴ്സും കൊടുക്കേണ്ടത്. അൽമായൻ മുന്നിൽ നിൽക്കണം, അവനെ പുറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുക, അവരെ വളർത്തുക. ഇങ്ങനെ ഒരു ആശയം കിട്ടിയതുകൊണ്ടാണ് അൽമായർ വളരണം. അപ്പോൾ നമ്മുടെ സ്നാപയോഹന്നാൻ പറയും പോലെ ഞാൻ ചെറുതാവുകയും അവൻ വലുതാവുകയും ചെയ്യണമെന്ന് പറയും പോലെ ഞാൻ ചെറുതായാലും കുഴപ്പമില്ല, അൽമായൻ വളരണം. ഇന്നും ധ്യാനിപ്പിക്കാൻ പോകുന്ന ടീമായിട്ടാണ് പോകുന്നത്, ഒരിക്കലും തനിച്ച് ചെയ്യാൻ പോയിട്ടില്ല, ടീം വർക്കായിട്ടാണ് പോകുന്നത്. അൽമായരും ഒക്കെ അടങ്ങുന്ന ഏകസ്ഥരൊക്കെ അടങ്ങുന്ന ഒരു ടീമായിട്ട് ഇന്നും ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ്റെ ഈ ശ്രമം വിജയം കണ്ടു എന്ന് പറയാൻ പറ്റും. അതായത് ഈ ഒരു ലക്ഷ്യത്തോടെ അച്ഛൻ അൽമായരെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ സദ്ഫലം എന്നോണം ഈ ഒരു അൽമായ വളർച്ചയെ അച്ഛൻ എങ്ങനെ നോക്കിക്കാണുന്നു? ഒരു തലത്തിൽ പറഞ്ഞാൽ ഒരു 90% വിജയിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ധാരാളം അൽമായർ ഇന്ന് ധ്യാന സെൻറ്ററുകളിലും ഇടവകളിലും പല രീതികളിലും നവീകരണ രംഗത്ത്, പ്രത്യേകിച്ച് ഞാൻ KS ചെയർമാനായിരുന്നപ്പോൾ ഫ്രണ്ട്സ് ഓഫ് റിന്യൂവൽ എന്ന പേരിൽ ഞാനൊരു ശുശ്രൂഷ കൂടി ഡെവലപ്പ് ചെയ്തായിരുന്നു.
കാരണം അച്ഛന്മാർക്കുള്ള പ്രീസ്റ്റ് കൂട്ടായ്മയുണ്ട്, സിസ്റ്റേഴ്സിൻ്റെ കൂട്ടായ്മയുണ്ട്, അതുപോലെ യൂത്തിന് ജീസസ് യൂത്തുണ്ട്. പക്ഷേ ഇങ്ങനെ ഈ നവീന രംഗത്ത് വരികയും എന്നാൽ ഫുൾ ടൈം പ്രവർത്തിക്കാൻ സാധിക്കാതെ നിൽക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ രംഗത്തുള്ളവർ, റിട്ടയേർഡ് ഹാൻസ്, അങ്ങനെയൊക്കെയുള്ള പല തലങ്ങളിൽപ്പെട്ട ഈ സഭയോട് ആഭിമുഖ്യമുള്ള പ്രത്യേകിച്ച് ഒരു ഡിജോ കാപ്പനെയൊക്കെ ഇപ്പോൾ ഞാൻ ഓർത്തു പോവുകയാണ്. ഞങ്ങളുടെ രൂപതയിൽ തന്നെ ഒരു തോമസ് മാത്യു അഡ്വക്കേറ്റ്, അതൊരു പോൾസൺ, ഇവരൊക്കെ രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിച്ച് നിൽക്കുകയും എന്നാൽ അല്പം അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഫ്രണ്ട്സ് ഓഫ് റിന്യൂവൽ എന്ന ഒരു പ്രോഗ്രാം തുടങ്ങിയത്. ഇന്ന് അങ്ങനെയുള്ളവരൊക്കെ ധാരാളം പേര് ഞങ്ങളുടെ കോതമംഗലം രൂപതയിലൊക്കെ തോമസ് മാത്യു എന്നൊക്കെ പറയുന്ന ആൾ ഇന്ന് ഫാമിലി അപ്പോസിറ്റിലൂടെയൊക്കെ വലിയ സേവനം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അസംബ്ലിയൊക്കെ നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ അതുപോലെ പലരും ആ രംഗത്ത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇന്ന്. അപ്പോൾ അതുകൊണ്ട് അൽമായർ നല്ല രീതിയിൽ സഭയിൽ വളരുകയും സഭയ്ക്ക് ഒരു സേവന മാതൃകയായി മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അച്ഛൻ ഇതിനിടയിൽ സൂചിപ്പിക്കുകയുണ്ടായി, അച്ഛൻ കരിസ്മാറ്റിക് നവീകരണത്തിലേക്ക് വരുന്നത് ഭയമുള്ള ഒരു വൈദികനായിട്ടാണ്. പക്ഷേ കരിസ്മാറ്റിക് നവീകരണത്തിൽ ചുരുങ്ങിയ കാലം കൊണ്ട് അച്ഛൻ വളരെ വലിയ നേതൃത്വത്തിൻ്റെ തലങ്ങളിലേക്ക് അച്ഛൻ കടന്നു വന്നു. പ്രത്യേകിച്ച് ആദ്യം അച്ഛൻ കോതമംഗലം രൂപതയിലെ കരിസ്മാറ്റിക് നവീകരണ ഡയറക്ടറായി. അതേ തുടർന്ന് അച്ഛൻ കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തിനെ നയിക്കാൻ ദൈവം അച്ഛനെ തിരഞ്ഞെടുത്തു. അച്ഛൻ എന്ത് തോന്നുന്നു, കർത്താവ് അച്ഛനെ ഈ വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചപ്പോൾ, അച്ഛനെ സത്യത്തിൽ കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ചെയർമാനായി തിരഞ്ഞെടുത്തപ്പോൾ അച്ഛൻ അന്ന് ഓർത്തോ, ഇത് പണ്ട് വിക്കുണ്ടായിരുന്ന ഒരച്ഛനാണല്ലോ ഇന്ന് ഇത്രയും വലിയൊരു ഉത്തരവാദിത്വത്തിലേക്ക് കർത്താവ് കൊണ്ടുവന്നതെന്ന് അച്ഛൻ എന്ത് തോന്നുന്നു ആ വലിയൊരു മാറ്റത്തെ? രണ്ട് രീതിയിലാണ് കാണുന്നത്. ഒന്ന്, ഞാൻ പഴയ കാലം മറക്കാറില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അനുസ്മരിച്ചത്. എന്നും എൻ്റെ ധ്യാനത്തിലൊക്കെ ഞാൻ പറയാറുണ്ട്, ഞാൻ പണ്ട് എൻ്റെ അവസ്ഥ ഇതായിരുന്നു, ഒരിക്കലും ആൾക്കാരെ നിൽക്കാനോ വചനം പറയാനോ യോഗ്യത എനിക്കില്ല. പലരും എന്നെ കോൺഗ്രിഗേഷനിലെ വൈദ്യനായിട്ടൊക്കെ കാണുന്നത്, കാരണം കോൺഗ്രിഗേഷൻകാരാണ് ധ്യാനിപ്പിക്കാനൊക്കെ പോകുന്നത്. രൂപതക്കാർ അത് ഇങ്ങനെ വരാറില്ലല്ലോ. ഞാൻ പറഞ്ഞു ഞാനൊരു രൂപതാ വൈദികനാണ്, പക്ഷേ എങ്കിലും ദൈവം, അതുകൊണ്ട് തന്നെയാണ് ഇന്നും പിതാവിനോട് ചെറിയ ഇടവക ചോദിച്ച് എനിക്കിപ്പോൾ കുഞ്ഞ് ഇടവക 65 വീട്ടുകാരുള്ള ഒരു പുന്നമറ്റം എന്ന് പറയുന്ന ഇടവക വികാരിയാണ് ഞാൻ. പക്ഷേ എങ്കിലും ഞാൻ പിതാവിനോട് ആവശ്യപ്പെട്ട് കുഞ്ഞിടവക തന്ന് ധ്യാനിപ്പിക്കാൻ പോകുന്നത് ഈ ഒരു കൃപ കിട്ടിയതുകൊണ്ടാണ്. തീർച്ചയായും. അപ്പോൾ ഈ കൃപയിൽ പഴയകാലം ഞാൻ മറക്കാറില്ല. പക്ഷെ എങ്കിലും എനിക്കതറിയാം, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഈ നവീകരണം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ആകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ദാനമാണ്, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാണ്. പ്രത്യേകിച്ച് വരങ്ങളിലൊക്കെ ഈ ഗിഫ്റ്റ് ഓഫ് ഫോർട്ടിറ്റ്യൂഡ് വരുന്നുണ്ട്, ധൈര്യത്തിൻ്റെ. അതുകൊണ്ടാണ് എന്തൊക്കെ പറഞ്ഞാലും ഒരു ധൈര്യത്തോടെ ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ പോലൊക്കെ ഇരിക്കുന്നത് ഈ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു ധൈര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവാണ് അച്ഛനെ, ആ ധൈര്യമാണ് അച്ഛൻ ഈ കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണം, ഈ വിശാലമായ ഈ നവീകരണ സമൂഹത്തെ കോർത്തിണക്കാനുള്ള ചെയർമാൻ എന്ന ഉത്തരവാദിത്തത്തിലേക്ക് അച്ഛനെ എത്തിച്ചത്. അച്ഛനെ പരിശുദ്ധാത്മാവ് ആ മേഖലയിൽ ഉപയോഗിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ഈ കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തിലുള്ള വ്യക്തികളുടെ വീടുകളിൽ ഒരുപക്ഷെ ആദ്യമായിട്ട് ഇത്രയും സന്ദർശനം നടത്തിയ ചെയർമാൻ അച്ഛനായിരിക്കും. കേരളത്തിലെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെയുള്ള നവീകരണ നേതൃത്വത്തിലുള്ള അൽമായരുടെ വീടുകളിൽ അച്ഛൻ അന്ന് നേതൃത്വത്തിലുള്ള ആളുകളുടെ വീടുകളിൽ അച്ഛൻ ചെല്ലാത്ത വീടുകൾ വളരെ ഇല്ലെന്ന് തന്നെ പറയാം. അച്ഛൻ അവരെല്ലാം വളരെ വീടിലെ സാഹചര്യങ്ങൾ, അവരുടെ ഇല്ലായ്മ, അവരുടെ വീട്ടിലെ ദുരിതങ്ങൾ എല്ലാം അച്ഛന് ഹൃദിസ്ഥമായിരുന്നു. എന്തുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ? അച്ഛൻ്റെ ഒരു ലീഡർഷിപ്പിൻ്റെ വേറിട്ട ശൈലിയുമായിരുന്നു അത്. അച്ഛൻ എമ്മാവൂസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കേരളം മുഴുവൻ സഞ്ചരിച്ച ആളാണ്, പ്രത്യേകിച്ച് വീടുകളിലെത്തിയ ആളാണ്. എന്തുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ ഒരു ശൈലി സ്വീകരിക്കാനായിട്ടിടയായത്? ഒന്നാമത്തെ കാര്യം, ഈ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഒതുക്കി വയ്ക്കേണ്ടതല്ലോ. എനിക്ക് അന്നൊക്കെ ഇങ്ങനെ ഒരു ബോധ്യം ഉണ്ടായിരുന്നു, പ്രകടിപ്പിക്കാത്ത സ്നേഹം പാപമാണ്. സ്നേഹം ഉള്ളിലുണ്ടെങ്കിൽ അത് പ്രകടിപ്പിച്ചിരിക്കണം, ദൈവം ദാനമായി നൽകുന്നതാണ്. അപ്പോൾ ആ ദാനമായി നൽകുന്ന ആ സ്നേഹം പ്രകടിപ്പിക്കാതെ വരുമ്പോൾ അത് പാപമായി മാറും. അതുകൊണ്ട് ഇത് പ്രകടിപ്പിക്കണം എന്നുള്ള ഒരു വലിയൊരു താല്പര്യം എനിക്കുണ്ടായിരുന്നു. അതൊരു ജാടയായിട്ടല്ല, ഇങ്ങനെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ജനത്തെ സ്നേഹിക്കുക. അതുകൊണ്ട് ഞാൻ 2001 മുതൽ 2004 വരെ ഓൾക്കേരള ചെയർമാൻ ആയിരുന്നപ്പോൾ ഒരു 1.5 ലക്ഷം കിലോമീറ്റർ, ഷാജി പറഞ്ഞ കാര്യം ശരിയാണ്, 1.5 ലക്ഷം കിലോമീറ്റർ. അന്ന് എനിക്കൊരു ബൊലേറോ വണ്ടി ഉണ്ടായിരുന്നു. ഈ വണ്ടിയിൽ ഞാൻ 1.5 ലക്ഷം കിലോമീറ്റർ യാത്ര ചെയ്തു, കാസർഗോഡ് മുതൽ നെയ്യാറ്റിൻകര, പല പ്രാവശ്യമായിട്ട്. ഈ സോണുകളിൽ പോവുക, വീടുകളിൽ പോവുക, അവർ എല്ലാ ബിഷപ്സ് ഹൗസിലും ഒന്ന് പോയിട്ടുണ്ട്. ഞാൻ എല്ലാ പിതാക്കന്മാരുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായിരുന്നു, എല്ലാ തലങ്ങളിലും ബന്ധം സ്ഥാപിക്കാൻ അന്ന് സാധിച്ചു. ആ ഒരു 1.5 ലക്ഷം കിലോമീറ്റർ അന്ന് 3 കൊല്ലം കൊണ്ടൊക്കെ യാത്ര ചെയ്തത്
മാത്രമല്ല രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, എനിക്കിത് ഒരു സിസ്റ്റർ പൗസ്തീനായിക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുത്ത സത്യം എനിക്ക് എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ടായിരുന്നു. ഈശോ വെളിപ്പെടുത്തി കൊടുത്തത്, ബിഫോർ ഐ കം ആസ് എ ജസ്റ്റ് ജഡ്ജ്, ഫസ്റ്റ് ഐ ഓപ്പൺ ബൈ ദ ഡോർ ഓഫ് മൈ മെഴ്സി. ഹീ ഹു റെഫ്യൂസസ് ടു പാസ് ത്രൂ ദ ഡോർ ഓഫ് മൈ മെഴ്സി മസ്റ്റ് പാസ് ത്രൂ ദ ഡോർ ഓഫ് മൈ ജസ്റ്റിസ്. നവീനരംഗത്ത് വരുന്നൊരു ഒരു അനുഭവമാണത്. കാരണം ദൈവത്തിന് രണ്ട് വാതിലുണ്ടെന്നും അത് നീതിയുടെ വാതിലും കരുണയുടെ വാതിലും. നീതിയുടെ വാതിൽ ദൈവം തുറക്കും, നീതിമാനാണ്. പക്ഷേ അതിനു മുമ്പ് കരുണയുടെ വാതിൽ തുറക്കും. അപ്പോൾ ആരെങ്കിലും കരുണയുടെ വാതിലിൽ കൂടെ അകത്ത് കിടക്കാൻ വിസ്മരിച്ചാൽ ആ വ്യക്തി നീതിയുടെ വാതിൽ കൂടെ കിടക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഈ കരുണയാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് കിട്ടിയ കരുണ ഞാൻ സൗജന്യമായി കൊടുക്കണമല്ലോ, ദാനമായി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഈ നെട്ടോട്ട് ഓടിയത്. ഈ വീടുകളിൽ ചെല്ലുക, അവരുടെ കരുണ കാണിക്കുക, അവരിൽ നിന്ന് എനിക്കും കിട്ടാനുണ്ട്, എനിക്കും കൊടുക്കാനുണ്ട്. ഇത് ദാനമായി കിട്ടിയതായതുകൊണ്ട് ഒതുക്കി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. എൻ്റെ സ്വന്തം ഒന്നും മഹത്വത്തിനല്ല ഇത്. അതുകൊണ്ട് ഇങ്ങനെ വീടുകൾ തോറും പോകാനും ബന്ധപ്പെടാനും എല്ലാവരെയും പേര് ചൊല്ലി വിളിക്കാനും എല്ലാവരെയൊക്കെ ഒന്ന് ഈശോയൊക്കെ ഒന്ന് സ്പർശിച്ച് കണ്ണുകളിൽ തൊട്ട് സുഖപ്പെടുത്തി എന്നൊക്കെ പറയും പോലെ ആ സ്നേഹം പ്രകടിപ്പിക്കാനൊക്കെ ഒരു അവസരം കിട്ടിയത് വലിയ ഭാഗ്യമായിട്ട് കരുതുക. അല്ല, കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ എക്കാലത്തെയും നേതൃത്വ ശൈലി അതുതന്നെ ആയിരിക്കണ്ടേ? അത് അൽമായരാണെങ്കിലും വൈദികരാണെങ്കിലും കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു ശൈലിക്കല്ല ഇന്നും പ്രാധാന്യം? തീർച്ചയായിട്ടും കർത്താവിൻ്റെ ശൈലി എന്ന് വെച്ചാൽ വലിയൊരു സംഭവമായിട്ട് കർത്താവ് ഒന്നും ചെയ്തിട്ടില്ല. കർത്താവ് ഇതുപോലെ ചെവികളിൽ വിരലിട്ടു, അങ്ങനെ ചെവി കേൾക്കാത്തവൻ സൗഖ്യം കൊടുത്തു, നിലത്ത് തുപ്പി ആ തുപ്പിൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശി. വളരെ സിമ്പിളായിട്ടാണ് കർത്താവ്. ഇന്ന് കുറ്റം പറയുന്നതായിട്ട് തോന്നരുത്, ഇന്ന് ഭയങ്കരമായൊരു സെറ്റപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് ധ്യാനങ്ങളും കാര്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങളുടെ പുന്നക്കോട്ട് പിതാവ് ഒരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു, കർത്താവ് യഥാർത്ഥത്തിൽ ഇന്നാണ് ജനിക്കേണ്ടിയിരുന്നത്. കാരണം ഇന്നാണ് ഇപ്പോൾ ഈ മീഡിയയിലൂടെയൊക്കെ വളരെ പെട്ടെന്ന് സുവിശേഷ പ്രഘോഷണം നടക്കുമല്ലോ. അന്ന് ഈ മലമുകളിലേക്ക് കയറിയിരുന്നു, 8-10 പേര് ചുറ്റും കൂടിയിരുന്നു, വള്ളത്തേലിരുന്നു. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കർത്താവ് വചനം കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്ന് യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കല്ല, ബുദ്ധിയിൽ നിന്നും ബുദ്ധിയിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അത് വീണ്ടും തിരിച്ചു വന്ന് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഒഴുകണമെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, സമയം തീരാറാകുന്നു. നല്ല നിലങ്ങളിലേക്ക് വചനം ചെന്നു വീഴട്ടെ. പാറകളും മുൾച്ചെടികളും പിന്നിട്ട് വചനവുമായി നമുക്ക് നല്ല നിലം നോക്കി തിടുക്കത്തിൽ പോകാം. ബുദ്ധിയിൽ നിന്നും ബുദ്ധിയിലേക്ക് നൽകാതെ ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് നമുക്ക് വചനം നൽകാം. ആദ്യം യേശുവിൻ്റെ സ്നേഹം നൽകാം. സ്നേഹം വഴി അവർ യേശുവിനെ അനുഭവിക്കട്ടെ. പിന്നീട് യേശുവിൻ്റെ ആത്മാവിനാൽ അവരെ നാഥൻ്റെ വേലയ്ക്കായി നമുക്ക് ഒരുക്കിയെടുക്കാം. അച്ഛനോട് വളരെ വ്യക്തിപരമായ ഒരു ചോദ്യം കൂടി അവസാനത്തിൽ. അച്ഛൻ അച്ഛൻ്റെ ശുശ്രൂഷയുടെ ഒരു ഭാഗമാണ് ഒരുമിച്ചുള്ള ഭക്ഷണം കഴിക്കൽ. ധാരാളം പേര് അച്ഛൻ്റെ ഒപ്പം ഇരുന്ന്, അച്ഛൻ പോകുന്ന യാത്രയിൽ ഒരുമിച്ചിരുന്ന്, ചിലപ്പോൾ വഴിയരിയിലിരുന്ന്, അല്ലെ തട്ടുകടയിൽ നിന്ന് അച്ഛനോട് കൂടത്തിൽ ഭക്ഷണം കഴിച്ചിട്ടുള്ള ആളുകളാണ്. അത് അച്ഛൻ്റെ ഒരു സുവിശേഷ പ്രഘോഷണ ശൈലിയായിട്ടാണ് അച്ഛനത് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആളുകളുടെ കൂടെ ഭക്ഷണം കഴിക്കുക. അച്ഛനത് ശരിക്കും ഒരു പ്രത്യേക ലക്ഷ്യത്തോടെ ചെയ്തതാണോ അച്ഛൻ്റെ ഈ സുവിശേഷ പ്രഘോഷണ യാത്രയ്ക്കിടയിൽ? തീർച്ചയായിട്ടും. കാരണം നമ്മൾ സ്വാഭാവികമായിട്ടും വചനം പറയുന്നു, ഒരുമിച്ച് കൂടുന്നു. പക്ഷെ പിന്നീട് ഒരുമിച്ച ഭക്ഷണം കഴിക്കുന്നതും ഈ കൂട്ടായ്മ. പൗലോസ്ലീഹ അതിനെക്കുറിച്ചൊക്കെ ഈ കൊറിന്തോസർ 1-ാം ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. കൊറിന്തോസുകാരെ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട്. കൊറിന്തോസുകാർ അവിടെ ആദ്യമേ ബലിയർപ്പണത്തിന് ഒരുമിച്ച് കൂടും, പിന്നീടാണ് ഉച്ചയ്ക്ക് അവരുടേതായ സ്വാഭാവിക ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരുമിച്ച് ബലിയിൽ വന്നവർ പിന്നീട് ഭക്ഷണം കഴിക്കുമ്പോൾ അവർ ഗ്രൂപ്പ് തിരിഞ്ഞ് മാറിയിരിക്കും. അപ്പോൾ വിശക്കുന്നവൻ ഭക്ഷണം കിട്ടാതെയും എന്നാൽ സമ്പന്നൻ ഭക്ഷണം കഴിച്ചും ഒക്കെ ഇരിക്കുന്നത് കണ്ടപ്പോൾ പൗലോസ്ലീഹ അവരെ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട്, നിങ്ങളുടെ കുർബാന യഥാർത്ഥത്തിൽ കുർബാനയല്ല, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണേ വീട്ടിൽ നിന്ന് കഴിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം ഈ കുർബാനയുടെ തുടർച്ചയാണ് അഗാപ്പെ, ഒരുമിച്ചുള്ള ഭക്ഷണം കഴിക്കൽ എന്നീ പറയുന്നത്. കുർബാനയായി മാറണമെങ്കിൽ പിന്നീടും അത് നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രാക്ടിക്കലാകണം. ആ പ്രാക്ടിക്കൽ തലം വരുമ്പോൾ പലരും വിവേചനം കാണിക്കും. ഞാനിപ്പോൾ അച്ഛന്മാരോട് മാത്രം കൂടിയിരിക്കുന്നു, ഒരു പ്രത്യേക മേശയിലേക്ക് ഇരിക്കുന്നു, ആത്മായൻ മാറിയിരിക്കുന്നു. അവിടെയൊക്കെ ഈ പണ്ടത്തെ തീണ്ടലും തൊടിയിലും പോലെയുള്ള പരിപാടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ കരിസ്മാറ്റിക്കൊന്നുമല്ല. നമ്മൾ മാറിയിരുന്ന ഒരു മുറി ഭക്ഷണം കഴിക്കുന്നു, സ്പെഷ്യൽ ഫുഡ് കഴിക്കുന്നു.
മറ്റവനെ വേറൊരു തലത്തിൽ. ഇത് നമുക്ക് ആ കരിസ്മാറ്റിക് നവീകരണത്തിൽ ചിന്തിക്കാൻ പറ്റില്ല നമുക്കത്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് അച്ഛൻ വഴിയരിയിലും അച്ഛൻ്റെ കൂടുതൽ വഴിയരിയിൽ ഭക്ഷണം കഴിച്ച യാത്രക്കിടയിൽ ഭക്ഷണം കൊണ്ടുപോകുന്നു, ഒരുമിച്ച് കഴിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അച്ഛ ഇത് കരിസ്മാറ്റിക് നവീകരണം വളരെ ഹൃദയസ്പർശിയായ ഒന്നാണെന്നും കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ വളർച്ച ശരിക്കും അച്ഛൻ ആദ്യം പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഒഴുക്കാണ്, അല്ലാതെ ഇതൊരു യാന്ത്രികമായിട്ടുണ്ടാകേണ്ടതല്ലെന്നും അച്ഛൻ ഈ പങ്കുവച്ച കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് അങ്ങനെയൊരു കാര്യത്തിന് ഒരു ഒഴുക്കിന് അച്ഛൻ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ്. അച്ഛൻ്റെ വ്യക്തിപരമായ വളർച്ചയിലും അതുപോലെ കരിസ്മാറ്റിക് നവീകരണത്തെ വളർത്തുന്ന കാര്യത്തിലുമൊക്കെ. തീർച്ചയായിട്ടും ഇത് ഇന്നത്തെ കരിസ്മാറ്റിക് നവീകരണത്തിനും അതുപോലെ അച്ഛനെ കേൾക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അച്ഛൻ്റെ ഈ വാക്കുകൾ വളരെ പ്രചോദനകരമാണ്. ചില തിരിഞ്ഞുനോട്ടങ്ങൾക്കുമൊക്കെ അച്ഛൻ്റെ ഈ വാക്കുകൾ സഹായിക്കുന്നുണ്ട്. ഷാലോം പ്രേക്ഷകരുടെ പേരിൽ അച്ഛൻ്റെ ഈ വിലപ്പെട്ട സമയത്തിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. വരൂ, വയലേലകളിലേക്ക് നമുക്ക് നടന്നു നീങ്ങാം, പുതിയ ശുശ്രൂഷകൾ കണ്ടെത്താം. ഒരേ ആത്മാവാൽ ഒരുമയോടെ നമുക്ക് സഞ്ചരിക്കാം. നവീകരണം പുതിയ ശക്തിയാൽ ഉജ്ജ്വലിക്കട്ടെ. ആത്മാക്കൾ നമ്മുടെ നാഥന്റെ സവിധേ ഒത്തുകൂടട്ടെ. വചനം ഏകുവാനൊരു സാക്ഷ്യം. ക്ലേശമോ ദുരിതമോ പീഡനമോ രോഗമോ ദുഃഖമോ നഗ്നതയോ, ക്ലേശമോ ദുരിതമോ പീഡനമോ രോഗമോ ദുഃഖമോ നഗ്നതയോ, അകറ്റുവെന്നെ ഒരു നാളും അകറ്റു